Onashram Shagala. This is my first Onam in Kerala. It is really a fantastic occasion, an event that all people come together, celebrate together. Today's Sadhya was quite different one and best one so far because it had So much of love. love, exactly. It was nice to see that our own people in Raj Bhavan, they are participating, they have done this and they have got it done here. So that was a different feeling for me because my own people in Raj Bhavan, my colleagues. Our country, our culture has got a huge, tremendous tradition. So that has to be followed. This itself is a gift of God on a festival. What gift else we want? നമസ്കാരം. ഈ ഓണത്തിരക്കിനിടയ്ക്ക് ഞാനും മാവേലിയും കൂടിയിട്ട് എവിടേക്കാണെന്നല്ലേ? ഇത് വെറും മാവേലിയല്ല കേട്ടോ, ഇത് നമ്മുടെ രാജ്ഭവനിലെ മാവേലിയാണ്. ഇന്ന് രാജ്ഭവനിൽ ഓണാഘോഷമാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ ആദ്യത്തെ ഓണമാണ് കേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓണവിശേഷങ്ങളും രാജ്ഭവന്റെ ഓണക്കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അല്ലേ ചേട്ടൻ ഓണത്തിരക്കുകളിലാണ് രാജ്ഭവനിലെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ രാജ്ഭവനിലെ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മൾ പൊതുവെ രാജ്ഭവനിലേക്ക് വരുമ്പോൾ ഒരു ആംബിയൻസ് അല്ല, ഇപ്പോൾ വളരെ ഒരു ഫുൾ ഓണം വൈബ് നിറഞ്ഞ ഒരു ആംബിയൻസ് ആണ്. ഇതാണ് രാജ്ഭവന്റെ ഓണപ്പൂക്കളം. ഇവിടുത്തെ ചേട്ടന്മാർ തന്നെ ഉണ്ടാക്കിയ പൂക്കളോണ്ട് ഇവിടുത്തെ ഗാർഡൻ ചേട്ടന്മാരിട്ടതാണ് ഈ പൂക്കളം എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് വഴിയെ അവരെയൊക്കെ പരിചയപ്പെടാം. ഓണപ്പൂക്കളം കണ്ടു. ഇനി ഇവിടെ ഓണക്കളികൾ നടക്കുന്നുണ്ട്. നല്ല വടംവലിയും അല്ലെങ്കിൽ മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് ഇവിടെ രാജ്ഭവനിൽ. ആ കാഴ്ചകളൊന്ന് കണ്ടാലോ?
നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാജ്ഭവനിലെ ഗാർഡൻ ഭംഗിയായി സൂക്ഷിക്കുന്ന ഇവിടെ ഗാർഡൻ ടീമിനെയാണ്. നമസ്കാരം. നമ്മുടെ മാവേലി ചേട്ടന്റെ ടീമാണ്. നമ്മൾ ചേട്ടനെ ആദ്യം തന്നെ പരിചയപ്പെട്ടായിരുന്നു. ഓക്കെ, നിങ്ങളാണ് ഇന്ന് ഇവിടെ മനോഹരമായ പൂക്കളായിട്ടിരിക്കുന്നത്. പിന്നെ ഈ രാജ്ഭവൻ ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നത് നിങ്ങളാണ്. എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. നമ്മൾ ഗാർഡൻ ടീമാണ്. ഈ ഗാർഡൻ ഇത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങളുടെ അധ്വാനവും പ്രയത്നവുമാണ്. ഈ ഗാർഡനിലെ പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ അത്തപ്പൂ ഇടാനായിട്ട് നമ്മൾ ഈ പൂക്കളെല്ലാം ഇവർ തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങി ഇന്ന് രാവിലെ വരെ ചേർന്നുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂക്കളം നമ്മളിവിടെ അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മനോഹരമായിട്ടൊരു ഊഞ്ഞാൽ ഇവിടെ സംഘടിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഈ ഗാർഡൻ ഇത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരുപാട് ദിവസത്തെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ടാണ് ഇത്രയും മനോഹരമാക്കാൻ പറ്റിയത്. എല്ലാവർക്കും ഈ ഗാർഡൻ ഇഷ്ടപ്പെട്ടു. മനോഹരമായിട്ട് ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇതിപ്പോ ഇന്നത്തെ ഈ അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത് വെച്ചത്? തീർച്ചയായും. നമ്മൾ ഇന്നത്തെ ഈ അറ്റ്മോസ്ഫിയർ, ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മലയാളികളുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അപ്പോൾ ഈ ഓണനാൾ ഇത്രയും മനോഹരമാക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാസങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഈ എവിടെ നോക്കിയാലും ഈ പൂക്കൾ കാണുന്ന ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം കിട്ടുന്ന വിധത്തിലേക്ക് നമ്മൾ ഈ രാജ്ഭവനെ മാറ്റിയത്. ഈ പൂക്കളത്തിലിട്ടിരിക്കുന്ന പൂക്കളൊക്കെ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തത്? പൂക്കളത്തിലിട്ടിരിക്കുന്ന പൂക്കളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത് ഇവിടെ കൃഷി ചെയ്തെടുത്തത് തന്നെയാണ്. അത് ശരിക്കും വലിയൊരു സംഭവമാണ്. കാരണം നമുക്ക് എല്ലായിടത്തും നോക്കിയാൽ ഇവിടെ ചെണ്ടുമല്ലി കാണാം, ചമന്തി കാണാം, എല്ലായിടത്തും ആ ഒരു ഓണത്തിന്റെ പ്രതീതി നമുക്ക് മൊത്തത്തിൽ കാണാനുണ്ട്. അതെ. എത്ര മാസമായി അപ്പൊ ഇതിന്റെ ഒരു കൃഷിയൊക്കെ തുടങ്ങിയിട്ടൊക്കെ? ഇത് ഞങ്ങളൊരു 3 മാസം കൊണ്ടാണ് മെയിനായിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ശേഷം വരുന്ന ഈ ഓണാഘോഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട് മെയിനായിട്ട് നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ കൾട്ടിവേഷൻ ഒക്കെയാണ് നമ്മൾ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത്. അത് ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെയുള്ള പൂക്കൾ കൊണ്ട് തന്നെ നമുക്ക് അത്തപ്പൂക്കളം ഇടാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഗവർണർ സാർ വന്നതിന് ശേഷം ആദ്യത്തെ ഓണമാണ്. സാർ ഇത്രയും നമ്മുടെ പൂക്കളം ഒക്കെ ഭംഗിയാക്കിയതും നമ്മുടെ ഈ ഗാർഡൻ ഒക്കെ മനോഹരമാക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ രാജ്ഭവന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഏറ്റവും ലോ ലെവൽ വർക്കേഴ്സായ ഗാർഡൻ വർക്കേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് നമ്മൾ സാറ് നേരിട്ട് അനുമോദിക്കുക തന്നെ ഉണ്ടായി. അപ്പോൾ വരുന്നവരെല്ലാം ഗാർഡനെ കുറിച്ച് വളരെ നല്ലതാണ്, മനോഹരമാണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഗാർഡൻ ടീമിലെ എല്ലാവർക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഈ മഹാബലിയായിട്ട് നിൽക്കുന്നതും. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അതായിരുന്നു. ഒറ്റ പേര് തന്നെയായിരുന്നു ഈ മഹാബലിയായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ വരണമെന്ന്. അതെ ഏറ്റവും കറക്റ്റായിട്ട് ഒരാളെ തന്നെ നമുക്ക് മഹാബലിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ഓണത്തോടനുബന്ധിച്ച് ഈ രാജ്ഭവനിൽ വരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും നമ്മുടെ ഇവിടെ നിന്ന് വിളയിച്ചെടുത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുക്കുകയുണ്ടായി. ഏകദേശം ഒരു 150ഓളം സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ കൃഷിയുടെയും പൂക്കളുടെയും ഉത്സവമാണ് ഓണം. അപ്പം നമുക്ക് എല്ലാ പേർക്കും ഇവിടെ നിന്ന് വിളയിച്ചെടുത്ത പച്ചക്കറികൾ നമ്മുടെ ഈ ഓണത്തിന് സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി. നമ്മൾ ഇവിടെയുള്ള പൂക്കൾ കൊണ്ട് തന്നെ നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ പൂക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ഓണം ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അത്തപ്പൂക്കൾ ഇടാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനമായ കാര്യം. അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. കൺഗ്രാറ്റുലേഷൻസ് എല്ലാവരും ഹാർഡ് വർക്കിന്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. ഈ പൂക്കളും അല്ലെങ്കിൽ ഈ ഗാർഡനൊക്കെ ഇത്രയും ഭംഗിയായി തന്നെ എന്നും സൂക്ഷിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹാപ്പി ഓണം പറയാവോ?
ഗവർണർ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഗവർണറോട് ചോദിക്കാം എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ എന്ന്. സർ നമസ്തേ. Namaskaram. How is Onam celebrations going? Yes, this is my first Onam in Kerala. It is really a fantastic occasion, an event that all people come together, celebrate together, and in a harmonious way, and in the very happy and joyous manner. So that is exactly the message of the Onam is always there, and I am very happy that I have seen this, I have witnessed this personally. I think this itself is a great occasion for me, Yes. so I should enjoy that. How was the food? How was Kerala food? How was Sadhya? Sadhya, I have been tasting it for last few months, few days, but today's Sadhya was quite different one and best one so far, Okay. because it had So much that of love. love, exactly, love and affection was there, so the taste was really different. I think this was the taste of Kerala. That's all. Have you been in Kerala for any other Onam season? No, not This at is all. the first time. This is the first time for any celebration I am here, for the first time. I have never been here. Okay. Like what do you feel about Kerala? How is, we know Kerala is God's own country. We have a lot of traditions, cultures. So how it feels about Kerala? People are really, because it is a God's own country, people are also godly here. Yes. They also behave in a proper way. That has to be done. So that has to be propagated. That has to be taken forward. Otherwise, I have very nice term here so far. So let us see Yes. what happens. So today you saw Tiruvadirakali and games like Vadamvali, like tug of war. How was it? Like you're seeing it for the first time? No, I have seen such games elsewhere also. Okay. But it was nice to see that our own people in Raj Bhavan, they are participating, they have done this and they have got it done here. So that was a different feeling for me, because my own people in Raj Bhavan, my colleagues, so they have performed, they have taken part in it, and they perform for all of us. That was a different feeling. So Yes. what is the best memory so far about Onam? Like you have been going through the celebration for few days. I will be going, I have not Yes. started as yet. Okay, this is the first Yeah, celebration. today was the first celebration in Raj Bhavan, so from tomorrow onwards I am Okay. starting going to places, going to people, meeting them, wishing them, taking their wishes. ഓണക്കോടി ഒക്കെ എടുത്തോ? Like you bought ഓണക്കോടി? This itself is a gift of God, Onam festival. What gift else we want? Itself, all things that which we have to preserve is the harmony for which this celebration has been started. That has to be preserved. That has to be taken forward. That is the message we always get in our celebrations. Our country, our culture has got a huge, tremendous tradition. So that has to be followed. Our country is the biggest cultural country in the world. So we have to take forward that, respecting all the traditions and cultural ethos. That has to be done, and that is the message which we got here. Can you say a happy on like in Malayalam, like ഓണാശംസകൾ for our audience? Onasham Sakala Malayalam. Namaskaram. താങ്ക് യു സർ. അപ്പോൾ രാജ്ഭവനിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അതിൽ വടംവലി മത്സരത്തിൽ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയ പോലീസ് ടീമാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. എല്ലാവരും ഹാപ്പി അല്ലേ? ഓണൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി. നമുക്കൊരു പാട്ട് പാടിയിട്ട് തുടങ്ങിയാലോ? നീ വരൂ പൊന്നോണത്തുമ്പി മോഹം മുന്നിൽ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്തായി എങ്ങനെയുണ്ട് ഓണവിശേഷങ്ങൾ രാജ്ഭവനിലെ? ഇതുപോലത്തെ ഒരു ആഘോഷ ചടങ്ങ് എൻ്റെ അറിവിലും ഞാൻ നേരിട്ട് കാണുന്നതും. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറയുമ്പം മൊത്തം എല്ലാവരും കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, പേഴ്സണലല്ല. വളരെ ഹാപ്പിയാണ്. പിന്നെ ഇവിടുത്തെ മത്സരം പറഞ്ഞല്ലോ, മത്സരം ആക്ച്വലി അതൊരു സൗഹൃദ മത്സരമായിട്ട് കണ്ടാൽ മതി. ഇതിലാരും വിജയിക്കുന്നില്ല, ആരും തോക്കുന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. കാരണം ഗവർണർ അത്രയ്ക്കും നമ്മളോട് സ്നേഹം കാണിച്ചും നമ്മളോട് എല്ലാം സഹകരിച്ചും പോകുന്നൊരു
വലിയൊരു തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ഓണാഘോഷം ഇതായിരിക്കും. ഇന്ന് കഴിച്ച ഭക്ഷണത്തിന് പോലും ടേസ്റ്റ് കൂടുതലാണ്, അത്രയും സ്നേഹം നിറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല, കറക്റ്റാണ്. കറക്റ്റാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ജോലി? നിങ്ങൾ ഭയങ്കര ഗൗരവമുള്ള മനുഷ്യരാവാറുണ്ട് ചില സമയത്ത്, പക്ഷെ ഇന്ന് ഭയങ്കര ജോവിയലായിട്ട് നിൽക്കുന്നു, വേറൊരു മൂഡിൽ നിൽക്കുന്നു, ഒരു ഓണം മൂഡ്. കാരണം നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് ഗവർണറുടെ സെക്യൂരിറ്റി ഓഫീസർ, ഗവർണർ സെക്യൂരിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ പേരിനെ നമ്മൾ അനർത്ഥമാക്കിയിട്ട് നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും അദ്ദേഹത്തിനൊരു മൈനസ് പോയിന്റ് വരാത്ത രീതിയിലാണ് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നത്. രാജ്ഭവനിലെ ഓണാഘോഷത്തെ മനോഹരമാക്കിയ കുറച്ച് സുന്ദരികളാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. രാജ്ഭവനിലെ ഒരു പെൺപട എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിപൊളിയല്ലേ? ഓണാഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഗവർണർ സാറിന്റെ കൂടെയുള്ള ആദ്യത്തെ നമ്മുടെ ഓണം നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ഒരു ഓണം കൂടിയാണിത്. നമ്മുടെ സാർ അതിനോടൊപ്പം നമ്മുടെ കൂടെ തന്നെ നിന്നു. അത് നമ്മൾ വളരെ നമുക്ക് ഒരു പ്രിവിലേജാണ് സാറിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതും. നമ്മളെല്ലാവരും ഒരുപോലെ നിന്ന് നമ്മൾ എൻജോയ് ചെയ്തൊരു ഓണം തന്നെയാണ്. അത് നമ്മൾ മറക്കില്ല. ഗെയിമൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? വടംവലിക്ക് ഫസ്റ്റാണ്. പക്ഷെ നല്ല എൻജോയ് ചെയ്തില്ലായിരുന്നു. നമ്മൾ രാജ്ഭവൻ സ്റ്റാഫ് മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം ചെയ്തത്. വലിപ്പ ചെറുപ്പമില്ലാതെ ശരിക്കും ഓണത്തിന്റെ അതേ മെസ്സേജ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓണത്തിന്റെ ശരിക്കുള്ള മെസ്സേജ് ഉൾക്കൊണ്ട് ഓണം ആഘോഷിച്ച് രാജ്ഭവൻ. അതാണ് അതൊരു പുതിയ തുടക്കമാവട്ടെ എന്നുള്ളതാണ്. പുതിയ സാറിന്റെ കൂടെ പുതിയ ഒരു തുടക്കം. ഇനി എല്ലാ വർഷങ്ങളും അങ്ങനെ ആവട്ടെ. തിരുവാതിരക്കളി അടിപൊളിയായിരുന്നു. ആരാണ് അതിന്റെ ഒരു ചേച്ചിയാണ്? എങ്ങനെയുണ്ടായിരുന്നു ഈ തിരക്കുകൾക്കിടയിൽ? എങ്ങനെ പ്രാക്ടീസ് ചെയ്തു? ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചാലേ കളിക്കാൻ പറ്റൂ. ഭക്ഷണം കഴിച്ചിട്ടാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ എന്താ പറയുക, ഉത്സവം എന്ന് പറഞ്ഞാൽ എന്തൊരു ആഘോഷം എന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും നമ്മളെല്ലാം മനോഹരമായി അടയാളപ്പെടുത്തുന്ന ഒരു അവസരമാണ്. നമ്മളെ ഏറ്റവും മനോഹരമായി നമ്മളെ അടയാളപ്പെടുത്തുമ്പോഴാണ് മറ്റുള്ളവർ അതിൽ നിന്ന് നമ്മളിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയാണ് അല്ലേ. സന്തോഷിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയർഡ് ആവണം എന്നുള്ളൊരു മെസ്സേജാണ് എല്ലാ ആഘോഷങ്ങളും തരുന്നത്. അപ്പോൾ ഈ തിരുവാതിര കളിയുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഒരു കളി എന്നതിലപ്പുറത്തേക്ക് നമുക്ക് കിട്ടി ആ ഒഴിവ് കുറച്ച് സമയങ്ങളും ഞങ്ങളുടെ ജോലി സമയം ജോലിയും ഒന്നും മാറ്റി വയ്ക്കാതെ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതും അതിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തുകയും അവർ അതൊക്കെ ആഘോഷിക്കണം. അപ്പോൾ നമ്മളുടെ ആഘോഷം അവരുടെ ആഘോഷം അങ്ങനെ ഒരു ആഘോഷം ഇല്ലല്ലോ, എല്ലാവർക്കും കൂടെ ഒരു ആഘോഷമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഓണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, ഏതൊരു ആഘോഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷം അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ സന്തോഷം കണ്ടിട്ട് മറ്റുള്ളവർ സന്തോഷിക്കണം അല്ലേ. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം നമ്മൾ കേരളം ലോകത്തിന് കൊടുക്കുകയാണ് അല്ലേ. ആ ഒരു ആഘോഷമാണ്. അത് തന്നെയാണ് നിങ്ങളെയൊക്കെ കാണുമ്പോഴും നിങ്ങളുടെ കളികളും പാട്ടും ഡാൻസും ഒക്കെ കണ്ടപ്പോഴും തോന്നിയത്. അതേ ഉള്ളൂ, അതാണ് ലക്ഷ്യം, അത് നിറവേറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ഓണങ്ങളും ഇത്രയും സുന്ദരമാവട്ടെ നിങ്ങളെ പോലെ എന്നുള്ളതാണ്.
ശരിക്കും സ്നേഹത്തിനെയും സാഹോദര്യത്തിനെയും ഒക്കെ വലിയ സന്ദേശം നൽകുന്നതാണ് രാജ്ഭവനിലെ ഓണക്കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് സൈഡിൽ കാണുന്ന ഈ പൂക്കളൊക്കെ, ജമന്തിയും ചെണ്ടുമല്ലിയും എല്ലാം ഇവർ ഈ ഓണത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുൻപ് മുതൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഈ ഒരു ദിവസം ഭംഗിയാക്കുക, മനോഹരമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി എത്രയോ മാസത്തെ കഷ്ടപ്പാടുകളാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ഇന്ന് മനോഹരമായി തീർന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. എന്തായാലും രാജ്ഭവനിലെ എല്ലാവരും ഹാപ്പിയാണ്, ഗവർണർ ഹാപ്പിയാണ്, ഇവിടുത്തെ തൊഴിലാളികൾ ഹാപ്പിയാണ്, ഇവിടുത്തെ സ്റ്റാഫുകൾ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ ഈ ഓണക്കാലത്ത് നിങ്ങളും ഹാപ്പിയായിരിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.